ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓണസദ്യ. ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്ത് ഓണസദ്യ ഹെൽത്തി ആണോ, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റുമോ? ശരിക്കും ഓണസദ്യ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി മീലാണ്. കുറേ കറികളും അതുപോലെ തന്നെ അതിൽ തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കറികളുണ്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ധാരാളം മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു മീലാണ് ശരിക്കും ഓണസദ്യ. അപ്പോൾ എന്ത് കഴിക്കുമ്പോഴും അവിടെ പ്രശ്നമായി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വാണ്ടിറ്റിയാണ്. പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഏത് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ഒരു ഓണത്തിന് സദ്യ കഴിക്കാണ്ട് നമ്മളെങ്ങനെ ഓണം ആഘോഷിക്കാം? ഭക്ഷണം എന്ന് പറയുന്നത് വെറും കാലറി അല്ല, നമ്മുടെ ശരീരത്തിന് ഊർജ്ജം തരുന്ന ഒരു സംഭവം മാത്രമല്ല, നമ്മുടെ ഒരു വികാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ സ്ഥാനം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ റൈസ് എപ്പോഴും ബ്രൗൺ റൈസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. മട്ട അരി, വെള്ള അരിക്ക് പകരം ബ്രൗൺ റൈസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഫൈബർ റിച്ച് ആണ്. അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു എന്താണ് മട്ട അരി യൂസ് ചെയ്യാം. വില്ലന്മാരായിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഒന്ന്, പപ്പടം. അപ്പോൾ നമ്മളൊരു 3-4 പപ്പടമൊക്കെ കുഴച്ച് തിന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ പരമാവധി എന്ത് ചെയ്യാം, പപ്പടം ചുട്ടിട്ട് കഴിക്കാൻ നോക്കാം. പിന്നുള്ളൊരു ആളാണ് പായസം. കുറച്ച് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഹൈ കാലറി ഡാൻസ് ആണ്. ഇതിൽ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാൻ നോക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ അവിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിയൽ ധാരാളം മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മളെ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, കായ, അതുപോലെ പല ഐറ്റംസ് ഉണ്ട്. പിന്നെ പരമാവധി നമ്മൾ മോര് അതുപോലെ തന്നെ തൈരൊക്കെ യൂസ് ചെയ്യും. നല്ലൊരു പ്രൊബയോട്ടിക്കിന്റെ സോഴ്സാണ്. പിന്നെ നമ്മുടെ പരിപ്പ്, പയർ പോലത്തെ ഇതിനെ അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് തരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സദ്യയിൽ ഒരു മനുഷ്യന്റെ ഒരു നോർമൽ ഒരാളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുൾ ഊർജ്ജം ഒറ്റ സദ്യയിൽ നിന്ന് കിട്ടും. നോർമൽ ഒരു സദ്യയിൽ എന്ന് പറഞ്ഞാൽ 2000 മുതൽ 2500 വരെ കാലറി നമുക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ വൈകിട്ട് കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്താ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പോർഷന് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഹിഡൻ കാലറീസ് ആയിട്ട് വരുന്ന മെയിൻ ഒരു ഐറ്റമാണ് നമ്മൾ ധാരാളം ഇതിൽ തേങ്ങ അരച്ച് ചേർക്കും, അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടുതലായിട്ട് ചേർക്കും. അപ്പം അതിൻ്റെ ഒരു ഉപയോഗം പരമാവധി നമ്മൾ കുറയ്ക്കണം. ഓണമൊക്കെ വരും, ആരും ഡയറ്റ് ഒന്നും പറഞ്ഞിട്ട് ഓണസദ്യ ഒന്നും ഒഴിവാക്കണ്ട. നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ചാൽ മതി.